ഹലോ ഗ്രേ വീഡിയോസിലേക്ക് സ്വാഗതം. സമീപകാലത്തെ മലയാള സിനിമയിലെ 916 സിനിമ എന്ന് പറയാവുന്നത് മാർക്കോയാണ്. മാർക്കോ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ വിസ്ഫോടനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 125 കോടിയോളമാണ് തിയേറ്ററുകളിൽ നിന്ന് മാത്രമായി നേടിയത്. 100 കോടിക്ക് മുകളിൽ നേടിയോ എന്നുള്ള ചോദ്യം മാത്രമല്ല, ഹിന്ദിയിൽ പോയി വലിയ രീതിയിൽ 15 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഏക മലയാള സിനിമ, 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഏക മലയാള സിനിമ എന്ന് പറയുന്നതായിരിക്കും കൂടുതലും ശരി. ഇന്ന് OTT എത്തിക്കഴിഞ്ഞപ്പോൾ വിപ്ലവം സൃഷ്ടിക്കുകയാണ് സിനിമ. ഇവിടെ തിയേറ്ററിൽ കണ്ടതിൻ്റെ 10 മടങ്ങിന് ആളുകൾ OTT കാണുന്നു. ഇതിനു മുമ്പ് തന്നെ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല പ്രിൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ പലയിടത്തും നമുക്ക് യൂട്യൂബ് പോലെയുള്ള മേഖലയിലും കാണാൻ കഴിഞ്ഞു. എന്നിട്ട് പോലും ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് മാർക്കോ. മാർക്കോ ഒരു പക്ക തിയേറ്റർ സ്റ്റഫാണെങ്കിൽ ഇന്ന് ഡിലീറ്റ് ചെയ്ത സീനുകളുമൊക്കെ കണ്ട് ആഡ് ചെയ്ത് OTT ഇറങ്ങിയപ്പോൾ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗംഭീരം എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. OTT ഇന്ന് 100 കോടി മേന്മ നെയ്യുന്ന അല്ലെങ്കിൽ നേടുന്ന ചിത്രമായി മാറുകയാണ് മാർക്കോ. മാർക്കോ താരംഗം അവസാനിക്കുന്നില്ല. ഉണ്ണി മുകുന്ദൻ്റെ ശക്തമായ കഥാപാത്രം, ഇതുവരെ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ആക്ഷൻ രംഗങ്ങൾ, ഇതെല്ലാമാണ് ജനങ്ങൾ പറയുന്നത്. വയലൻസിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ല. ഇന്ത്യൻ സിനിമകൾ നമ്മൾ കണ്ട ഏറ്റവും വലിയ വയലൻസ് എന്നുള്ളത് ഓൾറെഡി തിയേറ്ററിൽ നിന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് OTT കാണുന്നവർ അത് തന്നെ ശരിവെക്കുകയാണ്. അങ്ങ് തിയേറ്ററിൽ കണ്ട ഗുമ്മല്ല ഇതിനെങ്കിലും, എന്നാലും അങ്ങനെ കാശ് മുടക്കി കാണാൻ താല്പര്യമില്ലാത്ത കുറേ ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ OTT വന്ന് കാണുമ്പോഴും അല്ലെങ്കിൽ വേറെ മാർഗത്തിലൂടെ കാണുമ്പോഴും അവരും സമ്മതിക്കുകയാണ് ഇതൊരു ഒന്നൊന്നര സിനിമയായി പോയി, അതുമാത്രമല്ല ഞങ്ങൾ മണ്ടന്മാരുമായി പോയി, ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയായിരുന്നു എന്നുള്ള ചിന്ത അവരിലേക്ക് എത്തുകയുമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഉണ്ണി മുകുന്ദൻ മലയാളത്തിൻ്റെ ആക്ഷൻ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും അങ്ങനെ അതിനുശേഷം ബാബു ആൻ്റണിക്കുമൊക്കെ ശേഷം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു ആക്ഷൻ ഹീറോ മലയാളത്തിലേക്ക് വരികയാണ്. അതുതന്നെയാണ് മാർക്കോയിലൂടെ ഉണ്ണി മുകുന്ദൻ കാണിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും ഇത് OTT കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒന്ന് കമൻസിലൂടെ പറയാം. തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ അതും കൂടെ ഒന്ന് പറയാം. എങ്ങനെയുണ്ട് OTT തിയേറ്ററിലുമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം ഒന്ന് കമൻസിലൂടെ വന്നാൽ ഗംഭീരമായിരിക്കും. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഫാൻസ് അടിച്ച് കയറിവ എന്നാണ് പറയാനുള്ളത്. ഗ്രേ മീഡിയാസ്.